ട്രംപിന് മുട്ടിടിക്കുന്നു എന്നാണ് എഡിറ്റേഴ്സ് ചോയ്സ് ചോദിക്കുന്നത്. ഞാൻ വിദേശകാര്യ വിദഗ്ധരിലേക്ക് ഒന്ന് നീങ്ങട്ടെ. ഡോക്ടർ മോഹൻ വർഗീസ്, കേണൽ ഡിന്നി ആദ്യം ഒരു കാര്യം പറഞ്ഞു, മാഡവും പറഞ്ഞു, ഒരു സൈലൻസ്, സ്ട്രാറ്റജിക് സൈലൻസ്. മോദി ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരു ഭാഗത്ത് ഭാരതത്തിൻ്റെ നയതന്ത്ര ആക്ടിവിറ്റി ഭയങ്കര ചടുലമാവുകയാണ്. നമ്മൾ ചില സന്ദർശനങ്ങൾ കണ്ടു, പ്രത്യേകിച്ച് മോസ്കോയിലേക്ക്. ആദ്യം NSA അജിത് ഡോവൽ പോകുന്നു, പുടിനുമായി സംഭാഷണം നടത്തുന്നു. വിദേശമന്ത്രി ജയശങ്കർ പോകുന്നു. ഈ രണ്ട് സന്ദർശനങ്ങൾക്ക് പിന്നാലെ പുടിൻ ഭാരതം സന്ദർശിക്കാൻ സമ്മതിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ഒരു ഭാഗത്ത് റഷ്യയിൽ നിന്ന് എണ്ണ ഭാരതം ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടാരിഫ് ഏർപ്പെടുത്തുന്നു, അധിക ടാരിഫ് ഏർപ്പെടുത്തുന്നു. മറുഭാഗത്ത് ഭാരതം അതേ റഷ്യയിലേക്ക് പോകുന്നു, ആ ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തുന്നു. രണ്ട്, ഇന്ന് ഇപ്പോൾ നടക്കുന്ന SCO മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ്. പക്ഷേ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചതാണ് പ്രധാനമന്ത്രി അവിടെ പോകും എന്നുള്ളത്. ഇതിൽ പങ്കെടുക്കുമെന്ന് ഉച്ചകോടിക്ക് അവിടെ പുടിൻ എത്തുക സ്വാഭാവികം. പക്ഷേ ഇന്നത്തെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇതിനൊരു പുതിയ മാനം കൈവരുകയല്ലേ? പുടിൻ, ഷീ ജിൻപിങ്, മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, മോദി അണിനിരക്കുന്നു. ഈ ഉച്ചകോടിക്ക് പുറത്ത് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നു. മുട്ടിടിക്കേണ്ടത് ട്രംപിനല്ലേ? കാര്യം US തന്നെ ആശങ്ക ഉയർന്നു കഴിഞ്ഞു. ട്രംപിനെതിരെ നിരന്തരം വിമർശനങ്ങൾ വരുന്നു. അതിലേക്കും വരാം. പുതിയൊരു വേൾഡ് ഓർഡർ രൂപപ്പെടുകയാണ്. അതല്ലെങ്കിൽ ഒന്നുകൂടി പറയാം, നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ചൈനയെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട എന്നുള്ളതിന് ചരിത്രം നമുക്ക് പാഠമാണ്. പക്ഷേ ഇവിടെ എക്കാലത്തെയും മിത്രങ്ങളായി 1, 2, 3 രാഷ്ട്രങ്ങളെ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണല്ലോ. എങ്കിലും ഇപ്പോൾ സ്ട്രാറ്റജിക്കലി ആരെ പൂട്ടാനാണോ ഭാരതത്തെ ട്രംപ് കരുവാക്കാൻ നോക്കിയത്, അതേയാളെ കൂട്ടിയിട്ട് ഭാരതം നടത്തുന്ന ഈ നീക്കം, അതേക്കുറിച്ച്. ശ്രീ പ്രദീപ്, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന ഒരു പ്രയോഗമുണ്ട്. അത് തീർച്ചയായും ദേശീയ സുരക്ഷ, ദേശീയ താല്പര്യം, സാമ്പത്തിക താല്പര്യം, ഊർജ സുരക്ഷ, ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാരതം എടുത്ത തന്ത്രപരമായൊരു നിലപാടാണ് സ്ട്രാറ്റജിക് സൈലൻസ്. അതായത് ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇത് ഇന്ത്യയുടെ ഒരു നയമായി മാറിയിരിക്കുന്നു. ചെയ്യാനുള്ളത് ചെയ്യുക. ട്രംപിനെ പോലെ വിടുവാ പറയാൻ ഭാരതം തയ്യാറാവുന്നില്ല. നോക്കൂ, ട്രംപ് കഴിഞ്ഞ ആഴ്ച 4 പ്രാവശ്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത്. ഈ 4 പ്രാവശ്യവും വേണ്ട ഒരു പ്രതികരണം ഭാരതത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണം ട്രേഡ് നെഗോസിയേഷൻ ആണ് ട്രംപിൻ്റെ മനസ്സിലുള്ളത് എങ്കിൽ അതിനുള്ള സമയം ഇതല്ല, മറിച്ച് വിദേശകാര്യ സെക്രട്ടറി തലത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറി തലത്തിൽ, അതുമല്ലെങ്കിൽ ട്രേഡ് സെക്രട്ടറി തലത്തിൽ നടക്കേണ്ട ചർച്ചകളുടെ പരിസമാപ്തി മാത്രമാണ് ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ദ നേഷൻ തമ്മിൽ നടക്കേണ്ടത്. അതിന് ഒരു ടെലിഫോൺ കോൾ കൊണ്ട് സാധിച്ചെടുക്കാവുന്നൊരു കാര്യമല്ല. അതിലൊരു പ്രൊഫഷണലിസം ഇല്ല എന്ന ഇന്ത്യയുടെ സൈലൻ്റായ പ്രഖ്യാപനമാണ് ആ ഫോൺ കോൾസ് റിമെയിൻ അൺഅറ്റൻഡഡ്. അതിന് പകരം ഇതാ നോക്കൂ, ആക്ഷനിലേക്ക് നീങ്ങിയിരിക്കുന്ന ഭാരതം. തീർച്ചയായും ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തതാണ്. മോദിയുടെ വിസിറ്റ് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ശ്രീ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ മാനം വരികയാണ്. നോക്കൂ, റഷ്യ, ചൈന, ഇന്ത്യ ആൻഡ് ജപ്പാൻ ഓൺ ദി സെയിം പേജ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരിക്കൽ പോലും ചിന്തിക്കാനാവാത്ത ഒരു പാരഡൈമാണത്. ഇവരെല്ലാം കൂടി സൈനികമായി സഹകരിക്കുന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. സഹകരിക്കാവുന്ന മേഖലകൾ ഏഷ്യൻ ജയൻസായ ഇന്ത്യ, ചൈന ആൻഡ് ജപ്പാൻ, ഇവരുടെ ഇൻട്രസ്റ്റ് പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇന്ത്യ ആൻഡ് ജപ്പാൻ എപ്പോഴും ഒരുമിച്ച് നിന്നു. ഏതാണ്ട് കഴിഞ്ഞ 2 ദശകത്തിൽ ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഒരു ഫലമായി ജപ്പാനുമായുള്ള സൗഹൃദം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ച കണ്ടു. അതേ ഊഷ്മളതയിൽ ചൈനയും ജപ്പാനും തമ്മിലോ ഇന്ത്യയും ചൈനയും തമ്മിലോ സൗഹൃദം ഉണ്ടായിരുന്നില്ല. അതും വാസ്തവമാണ്. ഇവിടെ ചേഞ്ച്ഡ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ്, ജിയോ ഇക്കണോമിക് ഇക്വേഷൻസ്, അതിൻ്റെ ഫലമായി ഭാരതത്തിന് മാറി ചിന്തിക്കേണ്ട ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാറി ചിന്തിക്കുന്നതിന് മറ്റൊന്നും തന്നെ തടസ്സമാവില്ല. ഇന്നലെ വരെ അമേരിക്കയുമായി ഉണ്ടായിരുന്ന ഊഷ്മളമായ ഒരു ബന്ധം അത് വ്യാപാര ബന്ധത്തിൽ തട്ടി, വ്യാപാര യുദ്ധത്തിൽ തട്ടി. അത് ഭാഗികമായിട്ടെങ്കിലും ആ ട്രസ്റ്റ് നഷ്ടപ്പെടുമ്പോൾ മാർക്കറ്റുകൾ കണ്ടെത്തപ്പെടണം. ഭാരതത്തിന് ആഭ്യന്തരമായ ഒരു മാർക്കറ്റുണ്ട്. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്നല്ല, ആനയ്ക്ക് ആനയുടെ ശക്തി അറിയാം.
ഇത് നമ്മളെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ പരമ്പരാഗതമായ റൈവലായ ചൈനയാണ്. ചൈനീസ് പ്രസിഡന്റ് മാർച്ചിൽ തന്നെ പറഞ്ഞു, 2025 മാർച്ച് മാസം തന്നെ ഒരു കത്ത് മുഖേന ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അയച്ച കത്തിൽ വ്യക്തമായി പറയുന്നു, യു ആർ എൻ എലിഫന്റ്, യു കോൾ ഓഫ് ഡ്രാഗൺ, ബട്ട് ഡ്രാഗൺ ആൻഡ് എലിഫന്റ് ക്യാൻ ടാങ്കോ. ശ്രമിച്ചു നോക്കൂ, ഒരു പക്ഷേ ഭാരതത്തിൻ്റെ വലിപ്പം, ഇക്കോണമിയുടെ വലിപ്പം, ചൈനയുടെ എക്കോണമിയുടെ വലിപ്പം, ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരസ്പരം പോരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നതിനേക്കാൾ നേട്ടം ഒരു സ്ട്രാറ്റജിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ ഏർലി സൂചന. അതുകൊണ്ട് പാലം ഇങ്ങോട്ടിട്ടത് ചൈനയാണ്, അത് യാതൊരു സംശയവുമില്ല. ഭാരതം അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കാതെ തന്ത്രപരമായ മൗനം അന്നു പാലിക്കുകയും മെയ് മാസം ഓപ്പറേഷൻ സിന്ദൂർ സമയത്തിൻ്റെ അവസാനം വരെ, മെയ് 10-ാം തീയതി വരെ ഭാരതം വെയിറ്റ് ചെയ്തു. എങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നത്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പാൻ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വാച്ച് ചെയ്തതിന് ശേഷം, അതിനുശേഷം കൃത്യമായ നിലപാടുകളിലേക്ക് നീങ്ങി. അതാണ് ശ്രീ പ്രദീപ് സൂചിപ്പിച്ച അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനം. അത് വെറും കൈയോടെ അല്ല അജിത് ഡോവൽ തിരിച്ചു വന്നതെന്ന് ഓർക്കണം. അതിന് മുൻപ് തന്നെ അജിത് ഡോവൽ ചൈന സന്ദർശിച്ചു എന്ന് ഓർക്കണം. അത് മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം ഡിസംബർ 2025 ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തി. അതിന് മുൻപായി തന്നെ പ്രസിഡന്റ് പുടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഷീ ജിൻപിങ് ആൻഡ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരുമിച്ച് കാണുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ഇത് ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോകുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്തുകൊണ്ട് ജപ്പാൻ? നമ്മുടെ ലുക്കേജ് പോളിസി അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന സഹകരണം അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. 10 ട്രില്യൺ യെന്നിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജാണ് ജപ്പാൻ ഇന്ത്യക്ക് നേരെ ഓഫർ ചെയ്തിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ 10 ട്രില്യൺ യെന്നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ കുതിച്ചുചാട്ടം അത് നമ്മൾ കാണാതെ പോകരുത്. അത് മാത്രമല്ല, അമേരിക്കൻ വിപണി നഷ്ടപ്പെട്ടാൽ ഭാരതത്തിന് ആശ്രയിക്കാവുന്ന പല വിപണികളിൽ ഒന്നാണ് ജാപ്പനീസ് വിപണി. അത് വലിയ വലിപ്പമില്ല ആ വിപണിക്ക്. യൂറോപ്പ്, അതുപോലെ യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ മറ്റ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ വിപണി സാധ്യതകൾ വൈപുല്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കാണാവുന്നതാണ്. നോക്കൂ, ചൈനയാണ് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഏറ്റവും അധികം ലോക വ്യാപാരം നടക്കുന്ന 2 രാജ്യങ്ങൾ അമേരിക്ക ആൻഡ് ചൈനയാണ്. ചൈനയുടെ കയറ്റുമതിയുടെ ഏതാണ്ട് 17% അമേരിക്കയിലേക്കായിരുന്നു. പക്ഷേ തന്ത്രപരമായി ചൈന ആ കയറ്റുമതി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ട്രംപ് ആദ്യം അധികാരം ഏറ്റെടുത്തത് മുതൽ കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് അമേരിക്കയോടുള്ള വിധേയത്വം പതിയെ മാറ്റുന്ന ചൈനയെ കണ്ടു. ആ സമയത്ത് ഭാരതം ഒരു പരിധിവരെ ഉണർന്ന് പ്രവർത്തിക്കാമായിരുന്നു, അത് സാധിച്ചില്ല. പക്ഷേ വൈകിയെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എക്സ്പോഷർ കുറയും എന്ന യാഥാർത്ഥ്യം ഭാരതം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ട്രേഡ് നെഗോസിയേഷൻ, വീണ്ടും ഫോൺ കോളുകളെത്താം, വീണ്ടും നെഗോസിയേഷൻ ഉണ്ടാകാം, ഒരുപക്ഷെ ഒരു 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 സമ്മർദ്ദതന്ത്രം എന്ന നിലയിലാകാം ഭാരതം ചൈനയുമായി അടുക്കുന്നുവെന്ന് പ്രതീതി ജനിക്കുന്നത്. പക്ഷേ ലോസ്റ്റ് ട്രസ്റ്റ് ഈസ് ലോസ്റ്റ് ഓൾമോസ്റ്റ് പെർമനൻ്റ്ലി. അതുകൊണ്ട് ട്രംപ് മാറി മറ്റൊരാൾ വന്നേക്കാം അമേരിക്കയിൽ. അതുകൊണ്ട് അമേരിക്ക എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു പങ്കാളിയല്ല എന്ന് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം, അതൊരു BJP നേതൃത്വമെന്നോ NDA നേതൃത്വമെന്നോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഭാരതത്തിൻ്റെ ഒരു കളക്റ്റീവ് സൈക്കയിൽ അമേരിക്ക ഒരു കറുത്ത പാടായി മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ചേഞ്ച്ഡ് വേൾഡ് ഓർഡർ ഒരുപക്ഷെ 2ാം ലോകമഹായുദ്ധം അവസാനിച്ച 1945 ശേഷം വീണ്ടും ഒരു ടേൺ ഓവർ വരുന്നത് ശീതയുദ്ധം അവസാനിക്കുന്ന 91-ലാണ്. അതിനുശേഷം വരുന്ന ലോകത്തെ ഏറ്റവും സമഗ്രമായ ഭൗമരാഷ്ട്രീയത്തിലെ അഴിച്ചുപണിയും മാറ്റവും സംഭവിക്കാനിരിക്കുന്നത് 2025-ലാണ് എന്ന് ഒരുപക്ഷെ ഭാവിയിൽ മുൻകൂട്ടി ചരിത്രം എഴുതുന്നവർ 2025 എന്ന വർഷം ലോകരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയത്തിലെ ചേഞ്ചിനെ കുറിച്ച് സംസാരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ടൈം ഓഫ് ഏഷ്യ ഹാസ് കം. ചൈന, ഇന്ത്യ ആൻഡ് ജപ്പാൻ വിത്ത് റഷ്യ പ്രൊവൈഡിങ് ഓയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ഉട്ടോപ്യൻ ഐഡിയ ആയിട്ട് തോന്നാം. ഇറാനും റഷ്യയും എണ്ണ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയും ഭാരതവും ജപ്പാനും ഉൾപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ യു ഹാവ് ടു അയൺ ഔട്ട് എ ലോട്ട് ഓഫ് ഡിഫറൻസസ്. ഇറാൻ എന്നത് സിവിലൈസേഷനിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ആ രീതിയിൽ യോജിക്കാവുന്ന രാജ്യമായിരിക്കില്ല. ചൈനയുമായി തന്നെ സിവിലൈസേഷണൽ ഒരു കോൺഫ്ലിക്റ്റ് ഒരുപക്ഷെ ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ സോഫ്റ്റ് പവർ ഡിപ്ലോമസി ഓഫ് ഇന്ത്യ
ദാറ്റ് വിൽ കം ഇൻ വെരി ഹാൻഡി. അതുകൊണ്ടാണ് പറയുന്നത് ചൈനയുമായുള്ള കണക്ട്, പരമ്പരാഗതമായൊരു കണക്ട്, അതിപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അനുസരിച്ച് ചൈന റൈവലായി നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസി അനുസരിച്ച് ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന ചൈനയെക്കുറിച്ചാണ് നമ്മൾ ഏറെ സംസാരിച്ചത് ഈ അടുത്ത കാലം വരെ. പക്ഷേ ആ ഒരു റെറ്ററിക്ക് മാറി പരമ്പരാഗതമായി സഹകരിച്ചിരുന്ന 1959 മുമ്പ് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ചിന്തകളെ ഒന്ന് കൊണ്ടുപോകാൻ സാധിച്ചു എങ്കിൽ അതിപ്പോൾ മാത്രമാണ്. 1959 ശേഷം കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴാണ് ചൈനയെ മനസ്സിലാക്കാൻ ഭാരതം ഒരു എളിയ ശ്രമം നടത്തുന്നത്, ഭാരതത്തെ മനസ്സിലാക്കാൻ ചൈനയും ഒരു ശ്രമം നടത്തുന്നത് ഇപ്പോഴാണ്. നൗ ദിസ് ഈസ് എ ടൈം ടു റീകൂപ്പറേറ്റ്, റിജുവിനേറ്റ് ഇക്കോണമീസ്. അത് മാത്രമല്ല മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു നിമിത്തമായി എന്ന് വേണമെങ്കിൽ കാണാം.